ഹായ്, നമ്മൾ കുറച്ച് പുതിയ വല മേടിച്ചായിരുന്നേ. ഇത് തൂക്കി മേടിച്ചാൽ കേട്ടോ, സെറ്റ് ചെയ്യാത്ത വലയാണ്. അപ്പോൾ തേറ്റടയെ കെട്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കൊണ്ട് കെട്ടണത് ഉണ്ടോ. നമ്മൾ കാര്യമായിട്ട് അങ്ങനെ അടി വെയിറ്റൊന്നും ഇടുന്നില്ലേ. ഇത് തേറ്റാടിയും കെട്ടി പിന്നെ ചരട് മാത്രം കോർത്തുകൊണ്ട് കെട്ടാൻ വേണ്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പണി വരുന്നില്ല. നമ്മളങ്ങനെ ഡാമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇത് ഡാമിലെത്തിയിട്ടുണ്ട്. ഡാമിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ജൂൺ മാസം, എന്നാലും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ അല്ലേ, വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും എപ്പോഴും, മഴ പെയ്യത്തുണ്ട്. ഈ ഒരു സമയത്തൊക്കെ എന്നാ മീൻ കിട്ടണ്ടെന്നറിയോ. പുല്ലയിലൊക്കെ വെള്ളമായിട്ടേ ഇഷ്ടംപോലെ ഗോൾഡ് ഫിഷും കെട്ടിലാക്കി പിടിക്കേണ്ട സമയമാണ്. നമുക്കൊന്ന് വല കെട്ടുകയും വേണം, പിന്നെ നേരത്തെ കെട്ടിയിട്ടിരിക്കുന്നവരുണ്ട്, അത് നോക്കണം കേട്ടോ. അതിനകത്ത് മീൻ കാണും. ഇതുകൊണ്ട് ഇതാ നമ്മൾ സെറ്റ് ചെയ്ത വലയെ. ഇത് കുറച്ച് വലയുള്ളൂ കേട്ടോ. ഇപ്പോൾ അതാണ്ട് പുതിയ വല കെട്ടാനായിട്ട് പോകണേ. നമ്മൾ ആദ്യമായിട്ട് തന്നെ വലയൊന്നും ശരിക്കും നനയ്ക്കണം കേട്ടോ. ഇതുവരെ വെള്ളത്തിൽ നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താന്നു പോകാനും പിന്നെ കെട്ടാനൊക്കെ സുഖമുണ്ട് കേട്ടോ. അപ്പുറം കണ്ടോ പഴയൊരു ബോട്ട് കിടക്കുന്നത്. ഇത് ഇവിടുത്തെ യാത്രാ ബോട്ടായിരുന്നേ. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന എല്ലാ ഈ ബോട്ടിലായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് വാഹന സൗകര്യമൊന്നും വലിയ കാര്യമായിട്ട് ഇല്ലാത്ത സമയമായിരുന്നു, ഒരു 10-15 വർഷം മുമ്പൊക്കെ കേട്ടോ. അന്ന് ആൾക്കാരുടെ ഏക ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ ബോട്ടായിരുന്നു. അപ്പോൾ അതാണ്ട് വല കെട്ടി തീരായിട്ടുണ്ടേ. ഈ വലയിൽ തന്നെ താഴ്ന്നോളും കേട്ടോ. നമ്മൾ വെയിറ്റ് ഒന്നും ഇടേണ്ട കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടിയൊരു വല ഇവിടെയാണ്, വീട്ടിലേക്ക് കിടക്കുന്ന വല. അപ്പോൾ അത് നോക്കുവാണിത്, ഒരു സിലോപ്പി ഉണ്ട് ആദ്യം തന്നെ. ഇത് നോക്കി, അങ്ങോട്ടൊക്കെ മീൻ കൂടി കിടക്കുവാണ്. ഇത് ചാകരയായിട്ട് വരുന്ന, അത് മൊത്തം കയറി പിടിക്കും. ഈ സിലോപ്പിയൊക്കെ കൂട്ടമായിട്ട് കിടക്കുന്ന മീനുകളാണ്. ഇതുകൊണ്ട് അതുപോലെ ഒറ്റ കൂട്ടം തന്നെ വന്ന് കയറിട്ടുണ്ടേ. നല്ല സൂപ്പർ തനി നാടൻ സിലോപ്പിയാണേ. പൊരിച്ച് കഴിക്കാനൊക്കെ അടിപൊളി സാധനം കേട്ടോ. വലിയ കാര്യമായിട്ട് വലുപ്പം വെക്കത്തില്ല. പിന്നെ വലിപ്പമുള്ള സിലോപ്പി ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് സിലോപ്പിയൊക്കെ ഉണ്ട്, അതൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. ഒരു 1 കിലോ അടുത്തുള്ള സിലോപ്പിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഈ സിലോപ്പി ഒന്നും അധികം വലിപ്പം വെക്കാത്ത സൈസാണ്. ഇതൊക്കെ അടുത്തായിട്ടൊരു ചൊട്ടാവളയാണ്. നമ്മൾ ആ ഒരു വരെ നോക്കി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകണേ. ഇതാ നമുക്ക് ഈ വലയ്ക്ക് ആദ്യം തന്നെ ഒരു ചൊട്ടാവളയുണ്ടേ. ഈ വലയ്ക്ക് അടി വെയിറ്റ് ഉള്ള കേട്ടോ, മണ്ണിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടി പോയി നല്ലതായിട്ട് തന്നെ മുട്ടിക്കിടന്നുള്ളത്. ഈ ചൊട്ടാവളയൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ തന്നെ പോകുന്ന മീനുകളാണ്. ഇത് കല്ലിൻ്റെ ഇടയ്ക്കൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇത് അടുത്തൊരു വാള തന്നെയാണ്. ഇനി കിട്ടുന്നല്ല നല്ല സൈസുള്ള വാളയാണ് കേട്ടോ. ഇതൊരു മാക്സിമം ഈ ഒരു സൈസൊക്കെ ഈ വാള വെക്കത്തുള്ളൂ. നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ എല്ലാ മീനും കുറഞ്ഞിട്ട് കാണിക്കാവേ. അല്ലേ, ഒത്തിരി ഒന്നും കിട്ടില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം കറി വെക്കാനും വറക്കാനുള്ള മീൻ കിട്ടും കേട്ടോ. ഉണ്ടല്ലേ, വെറും 2-3 കഷ്ണം വിലക്കിയിട്ട് മീനുകളാണ്. നല്ല നാടൻ സിലോപ്പിയും ചൊട്ടാവളയും. അപ്പോൾ നമ്മൾ ഇന്ന് കിട്ടിയ വല ഉണ്ടല്ലോ, അപ്പോൾ അതിന് കിട്ടിയ മീനുകളെ പിന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടിയ മീനുമായിട്ട് വീട്ടിലേക്ക് കയറി പോകണേ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ചില വെള്ളം കയറി കഴിഞ്ഞിട്ട് നല്ലതായിട്ട് മീൻ കിട്ടുമേ.
ഈ പുല്ലയിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പറായിട്ട് മീൻ കിട്ടും. നല്ല ഗോൾഡും കട്ടലയും 10-18 കിലോ ഉള്ള കട്ടലായി കിട്ടും കേട്ടോ.